കേസ് നമ്പർ 146/5 സെന്റ് ആന്റണി ഇടവകയുടെ വികാരിയായിരിക്കുന്ന ഫാദർ ആര്യമുട്ടിൽ സെബാസ്റ്റ്യൻ ഹാജരുണ്ടോ? 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 കേസ് നമ്പർ 146/5 IPC ഷാലോം ചർച്ചിന്റെ പാസ്റ്ററായിരിക്കുന്ന പാസ്റ്റർ ബെന്നി കുരിവിള ഹാജരുണ്ടോ? 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 കഴിഞ്ഞ 2 ആഴ്ചകളായി ഈ നിൽക്കുന്ന എന്റെ കക്ഷിയായ ഫാദർ സെബാസ്റ്റ്യന്റെ 2 കുഞ്ഞാടുകളെ കാണാതെ പോയിരുന്നു. അതല്ല യുവറാണ്, വിശ്വാസികളായ കുഞ്ഞാടുകളെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്. പിന്നീടുണ്ടായ അന്വേഷണത്തിൽ ഈ 2 കുഞ്ഞാടുകളെ എന്റെ എതിർകക്ഷിയായ പാസ്റ്റർ ബെന്നി കുരുവിളയുടെ സഭായോഗത്തിൽ വെച്ചാണ് കണ്ടുകിട്ടിയത്. അതല്ല യുവറാണ്, ഇതുപോലെ ഇതിനു മുൻപും ഈ പരസ്യങ്ങളൊക്കെ നടത്തിയും ലേബിളുകളൊക്കെ കൊടുത്തും ഈ എന്റെ എതിർകക്ഷി പലതവണ പല കുഞ്ഞാടുകളെ ഇതുപോലെ കൊണ്ടുപോയിട്ടുണ്ട്. അതുകൊണ്ട് എന്റെ കക്ഷിയുടെ കുഞ്ഞാടുകളെ എത്രയും പെട്ടെന്ന് വിട്ടുതരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. എന്റെ എതിർകക്ഷി വിസ്തരിക്കാൻ അനുവദിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഫാദർ സെബാസ്റ്റ്യൻ അല്ലേ? ശരിക്കും എത്ര ആഴ്ചകളായി കുഞ്ഞാടുകളെ കാണാതായിട്ട്? 3 ആഴ്ചയായി. എത്ര വർഷമായി ഇടവകയിൽ വരുന്നുണ്ട്? 10-12 വർഷം. കുഞ്ഞാടുകളെ കാണാതായപ്പോൾ എന്റെ കക്ഷിയുടെ ചർച്ചയിൽ തന്നെ അന്വേഷിക്കാൻ കാരണം എന്തായിരുന്നു? സാധാരണ അതല്ലേ പതിവ്. ഇങ്ങോട്ട് ഇരിക്കുന്ന സദസ്സിനെ നോക്കാം, ഇതെല്ലാം ഓരോ ഇടവകയെ സജീവമായി നിന്നോരാ. ഇപ്പം തന്നെ ഒത്തുചേർന്നിരിക്കുന്നത് കണ്ടേ, ശരിയല്ലേ? എന്റെ അച്ഛോ, ഇവരൊക്കെ ഈ സമുദായം വേണ്ടിട്ട് വന്നിട്ട് കുറെ നാളായി. കൊല്ലം തോർത്ത് തിരിച്ചു വന്നാൽ എപ്പോഴേ വന്നേനെ അച്ഛാ. അവൻ അച്ഛൻ കേസിന്റെ പുറകെ പോകാതെ അച്ഛൻ കാണാതെ പോയ കുഞ്ഞാടുകളെല്ലാം സ്വമനസാരം അവരുടെ വ്യക്തിപരമായ ഉറച്ച തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലുമാണ് ഇടവക വിട്ടുപോയതെന്നുള്ള വസ്തുത കണക്കിലെടുത്ത് എന്റെ കക്ഷിയായ പാസ്റ്റർ ബെന്നിയെ വെറുതെ വിട്ടയക്കണമെന്ന് കോടതി മുൻപാകെ അഭ്യർത്ഥിച്ചു. അങ്ങനെ പറഞ്ഞ എങ്ങനെ കാര്യം നടത്തും? ഞാൻ എന്റെ കുഞ്ഞാടുകളെ ബഹുമാനപ്പെട്ട കോടതി എന്നോട് ക്ഷമിക്കണം. ഞങ്ങളുടെ ഇടവകയിലുള്ള പാവപ്പെട്ടവരെ സഹായിക്കുകയും അവർക്ക് ദരിദ്രരായ അവർക്ക് കുഞ്ഞുങ്ങൾക്ക് പഠിക്കാനുള്ള സാമ്പത്തിക സഹായം ചെയ്യുന്നുണ്ട്, കല്യാണം കഴിക്കാനുള്ള സാമ്പത്തിക സഹായം ചെയ്യുന്നുണ്ട്, വീടില്ലാത്തവർക്ക് വീട് വെച്ച് കൊടുക്കുന്നുണ്ട്, രോഗികൾക്കായ അവർക്ക് അതിന്റെ സഹായം ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇത്രയൊക്കെ ചെയ്തിട്ടും ഇവർ ഈ ബന്ധുക്കോസ്ത സഭയിൽ പോകണമെങ്കിൽ ഇതിൽ ഒരു ദുരൂഹതയില്ലേ? എനിക്കൊരു ചോദ്യം മാത്രമാണ് ചോദിക്കാനുള്ളത്. എന്റെ കക്ഷിയുടെ ആളുകളെ നിങ്ങൾ അനുഗ്രഹങ്ങൾ നൽകാമെന്ന് പറഞ്ഞാണ് കൊണ്ടുപോയതെന്ന് ഞാൻ പറഞ്ഞാൽ നിഷേധിക്കാൻ പറ്റും? നിഷേധിക്കാൻ പറ്റും. ഞാൻ ആരെയും നിർബന്ധിച്ച് കൊണ്ടുവന്നതല്ലേ, അവർ സ്വയമേ വന്നതാണ്. ഒരു പാപിയ മനുഷ്യന് ഭൗതിക നികത്തകൾ ആവശ്യം അവന്റെ ആത്മാവിന്റെ രക്ഷയാണ്. ആ രക്ഷ യേശുക്രിസ്തുവിലൂടെ മാത്രമേ ലഭിക്കുള്ളൂ. അതാണ് ഞങ്ങൾ പഠിപ്പിക്കുന്നത്. ആ യേശു ഞങ്ങൾ പ്രസംഗിക്കുന്നത്. ആ സത്യം മനസ്സിലാക്കിയാണ് അവർ വന്നത്. വാദിഭാഗത്തിന്റെ എതിർഭാഗത്തിന്റെ വാദം കേട്ടതിന് ശേഷം ഈ കോടതി ഇങ്ങനെ ഇത് പ്രസ്താവിക്കുകയാണ്. 1ാം കക്ഷിയായ ഫാദർ സെബാസ്റ്റ്യൻ ഇടവകകളിൽ ചെയ്യുന്ന നന്മപ്രവൃത്തികളെ നോക്കിക്കണ്ട് ഈ കോടതി തന്നെ അഭിനന്ദിക്കുകയും അപ്പോൾ തന്നെ ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയാലും അവന്റെ ആത്മാവിനെ കളഞ്ഞാൽ എന്ത് പ്രയോജനമെന്ന സത്യവചനത്തെ മുൻനിർത്തിക്കൊണ്ട് പാസ്റ്റർ ബെന്നി സമൂഹത്തിൽ ചെയ്യുന്ന എല്ലാ ആത്മീയ ശുശ്രൂഷകൾക്കും പ്രോത്സാഹനം നൽകിക്കൊണ്ടും ഈ കോടതി മുൻപാകെ ഈ കേസ് പ്രതിവാദമില്ലാതെ ഒഴിവാക്കിക്കൊണ്ടു.